സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റ് നിരാശാജനകമാണെന്ന് മുൻ മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് മറ്റൊരു ബ്രാഞ്ചായി കേരള ഗവൺമെൻറ് മാറുന്നു. ഒരുപക്ഷെ നമുക്കിപ്പോഴാണ് പഴയ ഡീല് കള്ളൻ എന്ന് ഉത്സവപ്പറമ്പിൽ കള്ളം വിളിച്ച് പറയുന്ന പോലെ അന്ന് ഡീലിനെ കുറിച്ച് ഞങ്ങൾക്കെതിരായിട്ടായിരുന്നു ആക്ഷേപം. ഇപ്പോൾ ഡീൽ ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് പകൽ പോലെ തെളിയുന്ന തരത്തിൽ അദാനി, അതുപോലെ തന്നെ മോഡി, അതുപോലെ ബി.ഡി ഇതെല്ലാം ചേർന്നൊരു കൂട്ടുകെട്ടായിട്ട് മാറുന്ന സ്ഥിതിയും ഏതാണ്ട് കേന്ദ്ര ഗവൺമെൻറ് എന്തൊക്കെ പറയുന്നു അത് അതേപടി PMC ഉൾപ്പെടെ നടപ്പാക്കുന്ന രൂപത്തിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ സൂചനയാണ് ഈ ബഡ്ജറ്റും. ഒരക്ഷരം പോലും കേന്ദ്രത്തിൻ്റെ നമുക്ക് അർഹതപ്പെട്ടത് തരാത്തതിനെതിരെയുള്ള ഒരു പ്രതിഷേധവും രേഖപ്പെടുത്താതെയാണ് ബഡ്ജറ്റ് പോയിരിക്കുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് പൊതുവിൽ കേരളത്തിൽ ഒരു സ്വകാര്യവൽക്കരണ നീക്കത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര ഭരണാധികാരികൾ സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾക്ക് അനുയോജ്യമായി കേരളത്തിലെ നയങ്ങളെ പരുവപ്പെടുത്താനുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് ബഡ്ജറ്റിൽ കൂടി വന്നിരിക്കുന്നത്. പ്ലാനിംഗ് ബോർഡിനെ തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയതായി നീതി ആയോഗിൻ്റെ മാതൃകയിലുള്ള ഒരു ഏജൻസി വരുന്നു, പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. പ്ലാനിംഗ് ബോർഡില്ലാതെ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഓരോ വർഷത്തെയും പ്ലാൻ തയ്യാറാക്കി നടപ്പാക്കാൻ കഴിയുക? മറ്റൊന്ന്, സ്വകാര്യവൽക്കരണ നീക്കത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മണ്ണും വിണ്ണും നേരത്തെ തന്നെ അദാനിക്ക് പല രംഗത്ത് തീരെഴുതി കേന്ദ്ര ഗവൺമെൻറ്. ഇപ്പോഴിതാ നമ്മുടെ സമുദ്ര മേഖലയും സമുദ്ര വിഭവങ്ങളും അദാനിക്ക് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പുതിയ വാതായനങ്ങൾ തുറക്കുന്നതാണ് ബഡ്ജറ്റിൻ്റെ പൊതുശൈലി. അതിൻ്റെ ഭാഗമായി എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ തുറമുഖ മേഖലയൊക്കെ തന്നെ ഇനി പൂർണ്ണമായി വരുന്ന കാലങ്ങളിൽ ബേപ്പൂരായിരുന്നാലും അഴീക്കലായിരുന്നാലും പൊന്നാനി ആയിരുന്നാലും കൊല്ലമായിരുന്നാലും ആ രൂപത്തിലേക്ക് പോകുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന്, നമുക്ക് ഈ ജില്ലയുമായി ബന്ധപ്പെട്ടെടുക്കുമ്പോൾ പൊതുവിൽ ഈ ബഡ്ജറ്റ് പാടെ ഈ ജില്ലയെ അവഗണിച്ചിരിക്കുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തെ വിശിഷ്യ അഡ്രസ്സ് ചെയ്യാതെ പോയിരിക്കുന്നു. മുമ്പത്തെ ഗവൺമെൻറ് ഞങ്ങളെല്ലാം ചേർന്ന് നിർദ്ദേശിച്ചിരുന്നതാണ് കുമരകത്ത് VVIPകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഒരു ഹെലിപോർട്ട്. ഈ ബഡ്ജറ്റിൽ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. അതേപോലെ തന്നെ വീണ്ടും നമ്മൾ കണ്ടു, ഈ മണ്ഡലത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കുമരകം. അതിൻ്റെ ഒരു വികാസവും അതിന് വേണ്ട രൂപത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്ന രംഗത്ത് അന്ന് പല നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അതൊന്നും ഈ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്യുന്നില്ല. ഏറ്റുമാനൂർ ഇപ്പോൾ താലൂക്കിൻ്റെ പരിഗണന വരുമ്പോൾ താലൂക്കിൻ്റെ ഏറ്റുമാനൂരിൻ്റെ ഇല്ല, മറിച്ച് പൂഞ്ഞാറൻ മാത്രം പുതിയത് വരുന്നു എന്നുള്ളതാണ് സൂചനയിൽ വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബ്രാഞ്ച് മാത്രമായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് താണുപോയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കരയും കടലും അദാനിമാർക്കും അംബാനിമാർക്കും തീരെഴുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് ലഭിക്കേണ്ട കിഫ്ബി വിഹിതം അടക്കം നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റുമാനൂരിനെയും മെഡിക്കൽ കോളേജിനെയും അവഗണിച്ചതായും വി.എൻ. വാസവൻ ചൂണ്ടിക്കാട്ടി.